ആ നീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ വഴിയിലാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. അപ്പം നമ്മൾ ശബരിമല വിഷയം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് പീഡന പരാതികൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി അനവധി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളം ഭരിക്കുന്നവരാണെങ്കിലും ശരി, ഇന്ത്യ ഭരിക്കുന്നവരാണെങ്കിലും ശരി, എവിടെയൊക്കെ അനീതികളുണ്ടോ അതാത് അനീതികൾക്കുള്ള അത് കോടതികളിലുള്ളവരുടെ ആണെങ്കിലും ശരി, കോടതികളിലെ ജഡ്ജ് സ്ഥാനങ്ങളിൽ, അപ്പൊ അവിടെയൊക്കെ അനീതികൾ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ പല പല ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിജിലൻസ് കോടതി, ഇപ്പൊ ഈ പറഞ്ഞ പോലെ CBI, ഇവിടെയൊക്കെ അനീതികൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, എവിടെയൊക്കെ അനീതികൾ സംഭവിക്കുന്നുണ്ടോ അതിനൊക്കെ നീതിയിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു സിസ്റ്റം നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം വെറും ഒരു പോലീസിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, വെറും കയ്യാങ്കളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, നമ്മുടെ ഭരണഘടനയിൽ അതിയായി വിശ്വസിക്കുക, അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുന്നവര് ജീവിതത്തിൽ സമയം ആവശ്യമാണ്. എന്തൊരു സംഭവം തെളിയിക്കാനും സമയം ആവശ്യമാണ്. ഇപ്പം നമ്മുടെ ശബരിമല വിഷയം ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്നലെ നടന്നത് ഇന്ന് തെളിയിക്കില്ല. വർഷങ്ങൾക്ക് മുന്നേ നടന്നുകൊണ്ടിരിക്കുന്ന അവിടുത്തെ അനീതിയെ ഇന്ന് നീതിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ദേവസ്വം ബോർഡിലുള്ളവരാണെങ്കിലും, അതുപോലെ തന്ത്രി കുടുംബത്തിലുള്ളവരാണെങ്കിലും, മറ്റ് ഏതൊക്കെ വിധത്തിലുള്ള ആരൊക്കെ അനീതി ചെയ്തിട്ടുണ്ടോ അതൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ കുടുംബത്തിലുള്ളതാണ്. അപ്പൊ ഏത് കുടുംബത്തിലുള്ളവരായാലും, എത്ര അനീതി ചെയ്തവരായാലും, അതിപ്പോ സ്വന്തം അമ്മയായാലും ശരി, അച്ഛനായാലും ശരി, ഏട്ടനായാലും ശരി, അനിയനായാലും ശരി, പെങ്ങളായാലും ശരി, ആരായാലും ശരി, അനീതി ചെയ്തിട്ടുണ്ടോ അത് അനുഭവിക്കുക തന്നെ വേണം. അതിപ്പോ ഞാൻ ചെയ്താലും ശരി, നിങ്ങൾ ചെയ്താലും ശരി, ആരൊക്കെ ആയാലും ശരി. ഇപ്പൊ ഇതില് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ റീൽസ് ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും ഒരു 100 പേരിൽ കൂടുതൽ കാണും. നോർമലി എൻ്റെ വീഡിയോസ് അങ്ങനെ ആരും 10 പേരിൽ കൂടുതൽ കാണാറില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടെ കണ്ടന്റ് ഞാനിടും. പിന്നെ വീഡിയോസ് എല്ലാ ആളുകൾക്കും ആവശ്യം, എല്ലാവർക്കും ആവശ്യം റീൽസാണ്. ഒരു 5 മിനിറ്റിന്റെ വീഡിയോ റീൽ അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കും. പക്ഷെ ഇത് കണ്ടതുകൊണ്ട് കാര്യമില്ല, നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം. നമ്മളൊക്കെ വാർത്തകൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ നാളെ എന്ത് സാഹചര്യം അവനവൻ്റെ അടുത്തേക്ക് വരാം. നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ തലച്ചോറ്, അവനവൻ്റെ ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് കോട്ടം തട്ടുന്ന വിധത്തിലുള്ള എന്ത് കാര്യം ആരാര് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ പ്രതികരിക്കുക തന്നെ വേണം. ഏതെല്ലാം വഴികളിലൂടെ പ്രതികരിക്കണം എന്നതിൻ്റെ ശരിയായ വഴി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇറങ്ങിക്കഴിഞ്ഞാൽ ഭാരതം സ്വതന്ത്രമാവും. ഭാരതം ഇന്നും സ്വതന്ത്രമല്ല. ഭാരതം ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്നതാണ്. എങ്ങനെ നമ്മുടെ ബ്രിട്ടീഷുകാർ പോയത്, അതുപോലെ ഞാൻ +2 പഠിക്കുമ്പോഴാണ് അതിനെ പറ്റിയൊരു ഗഹനമായ കാര്യം മനസ്സിലായത്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക തന്നെ വേണം. എന്ന് എത്തും എന്ന് നമുക്ക് കണ്ടറിയാം.